ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മങ്കര പഞ്ചായത്ത്, അതായത് പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിന്നൊരു വീടാണ് കാണിച്ചു തരാം. അപ്പോൾ വീടിനെക്കുറിച്ചും അതിന് ചുറ്റുപാടും എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. മെയിനായിട്ട് പറയണ ഹൈസ്കൂളിനോട് ചേർന്നിട്ട്, ഹൈസ്കൂളിനോട് തൊട്ട് ഏകദേശം 100 മീറ്റർ വ്യത്യാസത്താണ് നമ്മളിപ്പോൾ ഈ സ്ഥലമുള്ളത്. 9 സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ കാണാം. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്തിലാണ്. ഹൈസ്കൂളിനോട് ചേർന്നിട്ടുള്ള വീടാണ്. അപ്പോൾ നമുക്ക് വഴിയും സൗകര്യങ്ങളും എല്ലാ വണ്ടിയും വാഹനവും വരുന്ന സ്ഥലമാണ്. ചെറിയൊരു ചെരുവുണ്ട്, പക്ഷേ വീട് നല്ല സ്ട്രൈറ്റ് ആയിട്ട്, അതായത് ഈ റോഡ് മാത്രം ചെരുവുള്ളൂ, വീടൊക്കെ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതായത് ഈ ഫ്രണ്ട് ഡോറ് ഇങ്ങനെ, അതായത് വണ്ടി നിർത്താൻ മുകളിലും, അതായത് സ്റ്റെപ്പ് കയറി പോകാനും. അപ്പോൾ നമുക്ക് നന്നായിട്ട്, അതായത് നല്ല വൃത്തിയായി പണിയെടുത്തത്, അതായത് വിൽക്കാൻ വേണ്ടി പണിയെടുത്തതല്ല. അവർ അതായത് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ മാറ്റം കിട്ടിയിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശങ്ങളൊക്കെ കാണാം. 9 സെൻറ്റ് സ്ഥലവും ബോർവെൽ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഉൾവശമൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് അതായത് കൂടുതൽ പേര് ചോദിക്കാറ് സ്ഥലം, ജില്ല ചിലപ്പോൾ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കറക്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയാം. പാലക്കാട് ജില്ലയിൽ മങ്കര പഞ്ചായത്ത് ഹൈസ്കൂളിനോട് ഏകദേശം ചേർന്നിട്ടുള്ളതാണ്. ഹൈവേ റോട്ടിൽ നിന്നും 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ വ്യത്യാസം തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയറി ഉടനെ നമുക്ക് കാണാം. കണ്ടില്ലേ, അതായത് നല്ല നല്ല വീട് തന്നെയാണെന്ന് പറയാം. അതായത് ഒരു ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ 3 ബെഡ്റൂമും അടുക്കളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കാണാം. അതായത് എങ്ങനെയുണ്ട് നോക്കാം. കയറിയ ഉടനെ ഒരു ഹാള്, ഒരു പൂജാമുറി, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാ പൂജാമുറി, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ റൂം, അതായത് കയറിയ ഉടനെ വലത് സൈഡ് തന്നെയാണ് റൂം. ഈ റൂമാണ് നമ്മൾ കണ്ടില്ലേ. അതായത് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, ബാക്കി 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ നമ്മൾ കയറി ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് തൊട്ട് റൂമുള്ളത് ഈ റൂം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് തന്നെ ഈ റൂമിലേക്കും പ്രവേശിക്കാൻ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വലിയ ഒരു മീഡിയം റൂം, അതിന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് തന്നെയാണ് അല്ലേ. ഇത് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ നമ്മൾ 2 റൂമുണ്ട്, ഇനി ഒരു റൂം കൂടി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അതായത് ഇനി നമ്മൾ ഈ റൂമും കൂടി കാണാനുണ്ട്. ഈ പൂജാറൂമിനോട് ചേർന്നിട്ടാണ് 2 ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഈ തൊട്ട് ചേർന്നുള്ള ഈ റൂമും കൂടി കാണിച്ചു തരാം. ഈ റൂമിലും നമ്മുടെ ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ്. അപ്പോൾ 2 ബാത്റൂമും അറ്റാച്ച്ഡാണ്. ഒരു റൂമിൽ മാത്രം ബാത്റൂമില്ല. അപ്പോൾ ഹാളും ഇനി അടുക്കള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നല്ല അടിപൊളി വീട് എന്ന് തന്നെ പറയാം. ബാത്റൂം. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ അതായത് അതായത് 1 കിലോമീറ്ററിൽ എല്ലാം കിട്ടുന്ന, അതായത് ആശുപത്രി, സ്കൂള്, അതായത് പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പഞ്ചായത്ത് എല്ലാം കിട്ടും. അത് ഹൈവേ റോട്ടിൽ 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളത് എല്ലാം കിട്ടുന്ന സ്ഥലം, അതായത് അത്രയും അടുത്ത് തന്നെയാണ്. മെയിനായിട്ട് പറയാനുള്ളത് ചുറ്റും മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയായി. മെയിനായിട്ട് പറയുന്നത് ടൈൽസല്ല ഗ്രാനൈറ്റാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുക്കളയാണ്. അടുക്കളയിലും ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതായത് കോണി പുറത്താണ്. അപ്പോൾ ഇനി അടുക്കളയാണ് നമുക്ക് കാണാനുള്ളത്. മെയിനായിട്ട് പറയാനുള്ളത് ടൈൽസല്ല, ഗ്രാനൈറ്റാണ് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളിത് അടുക്കളയും കണ്ടു. ഇനി നമുക്ക് ചുറ്റുവശങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടാണ്. അതായത് ഇനി ഏത് വാഹനം കൊണ്ടൊന്ന് വീട്ടിൽ നിർത്താൻ സൈഡ് അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഒരു മാവുണ്ട്, കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. വണ്ടികൾ കൊണ്ട് നിർത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ചുറ്റുവശം ഏകദേശം ഒന്ന് കാണാം. ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള നല്ല ഏരിയ തന്നെയാണ്. ഫുള്ളും വെള്ളമുള്ള ബോർവെല്ലാണോ എന്ന് പറഞ്ഞാൽ നിറയെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ്. ബോർവെൽ അടിച്ചിരിക്കുന്നത്. ഇനി മുകളിൽ സ്റ്റെപ്പ് കൂടി ഒന്ന് നമുക്ക് കയറിപ്പോയി നോക്കാം. മുകളിൽ എന്തൊക്കെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിനുള്ള മുകളിൽ നമ്മൾ പന്തൽ വർക്കുമാരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം എന്തായാലും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഉള്ളിലല്ല, കോണി പുറത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിൽ ഇനിയിപ്പോൾ അതായത് ഏകദേശം 5 സെൻറ്റോളമാണ് ഇപ്പോൾ ഇത്ര വരുള്ളൂ. താഴത്തേക്കാണ് 4 സെൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമുക്ക് തനിയെ കൊടുക്കാനും കഴിയും. കണ്ടില്ലേ. നേരത്തെ എന്തൊക്കെയോ കൃഷികളൊക്കെ, അതായത് ചെടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ വേറെ അറിയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആർക്കല്ല, അതപ്പോൾ മെയിനായിട്ട് ഇതിന് വില പറഞ്ഞിട്ടില്ല. വില പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ നല്ല വിലയുള്ള ഏരിയ തന്നെയാണ്. ഈ വീടും അതായത് ഈ സ്ഥലവും ഈ വീടും കൂടി 9 സെൻറ്റ് സ്ഥലവും
ഈ വീടും കൂടി അവർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. അടുത്ത വീഡിയോ വരെ ബായ്.